സോ ഹലോ ഗൈസ്, നമ്മളിന്ന് നമുക്ക് ലേറ്റൊക്കെ ഇട്ട് തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് 2 വോൾ ഡെക്കേഴ്സാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങളുടെ കയ്യിൽ ഫോം ബോർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഫോം ബോർഡിൽ കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം കാർഡ്ബോർഡ് ആകുമ്പോൾ കാർഡ്ബോർഡിൽ കട്ട് ചെയ്ത് പിന്നെ അതിൽ പേപ്പർ കവർ ചെയ്യണം, അങ്ങനൊരു പണിയുണ്ട്. ഫോം ബോർഡ് ആകുമ്പോൾ ജസ്റ്റ് പെയിൻ്റ് അടിച്ച് കൊടുത്താൽ മതി. ഇതാകുമ്പോൾ പേപ്പർ കവർ ചെയ്യണം, പിന്നെ അതിൻ്റെ മേലെ കൂടെ പെയിൻ്റ് അടിക്കും വേണം. അപ്പോൾ ഇതിൽ പെയിൻറ്റ് വേണ്ട, അപ്പോൾ അത് ഞാൻ പറഞ്ഞതാണ്. ഫോം ബോർഡ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സൗകര്യം. ഇതിൽ മെഷർമെൻറ്റ്സൊക്കെ ഇതിൻ്റെ മേലെ ഞാൻ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ അഥവാ അതിൽ കുറച്ച് കൺഫ്യൂഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഞാനിത് കുറച്ചുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ABCD എന്ന് പറഞ്ഞിട്ട് ഓരോ പീസിനും ഓരോ ഇത് കൊടുത്തിട്ട് നമ്പർ കൊടുത്തിട്ട് അത് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിടാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇത് ഞാൻ കാണിക്കുന്നുണ്ട് മെഷർമെൻറ്റ്സ്, എന്നാലും കുറച്ച് കൺഫ്യൂസിങ് ആവാൻ ചാൻസ് ഉള്ളത് കൊണ്ട് ഞാൻ കറക്റ്റായിട്ട് അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇത്രയും പീസുകളാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഞാൻ ആദ്യം കാണിച്ചിട്ടുള്ള മെഷർമെൻറ്റ് മനസ്സിലായിട്ടുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലാത്തവർക്ക് ഈ ഒരു ഓർഡറിൽ കമൻറ്റ് ബോക്സിൽ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഈ ഒരു സെക്ഷൻ പീസുകൾ എടുത്തിട്ട് ഇത് ഒന്നിച്ച് ഒട്ടിക്കുകയാണ് വേണ്ടത്. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ആദ്യം ഈ 2 പീസുകളെ സ്ട്രെയിറ്റ് ആക്കി വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് ഈ 4 നിരത്തി വയ്ക്കുകയാണ്. അതായത് കുറച്ച് ഇടയിൽ കുറച്ച് ഗ്യാപ്പ് വരുന്ന രീതിയിലാണ് വയ്ക്കേണ്ടത്. അങ്ങനെ ഒട്ടിച്ചാലാണ് അതിനൊരു ഒറിജിനാലിറ്റി ഉണ്ടാവുള്ളൂ. ഒരു ഗ്യാപ്പ് വരുന്ന രീതിയിൽ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം. എല്ലാത്തിലും ഒരേപോലത്തെ ഗ്യാപ്പ് വരണം. ഓരോന്നും തമ്മിൽ ഒരേ അളവിലായിരിക്കണം ഗ്യാപ്പ് ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒട്ടിച്ച് നമ്മൾ എടുക്കണം. അപ്പോൾ അത് നമ്മൾ ഒട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു പോർഷൻ സെറ്റായി. ഇനി അടുത്ത പോർഷനായിട്ട് വരുന്നത് നമ്മൾ ആ വീടിൻ്റെ ഷേപ്പ് വരുത്തുക എന്നുള്ളതാണ് ഇനി അടുത്തത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആ 3 പീസുകൾ എടുക്കാം. ആ 3 പീസിന് ആ ഷേപ്പിൽ നമ്മൾ കറക്റ്റായിട്ട് ഒട്ടിച്ച് വയ്ക്കുക. രണ്ടും ഒരേ രീതിയിൽ ലെവലിൽ വരുന്ന പോലെ 2 സൈഡിലായിട്ട് ഒട്ടിച്ച് വയ്ക്കുക. ഒട്ടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും കുറച്ച് സമയത്ത് ഒട്ടിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളത് ഒട്ടിച്ച് കൊണ്ടുവന്നു. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ആ വലിയ പീസ് എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡിലേക്കായിട്ട് വേണം ഒട്ടിക്കാൻ. അത് കറക്റ്റ് ആ സൈഡിൽ തന്നെ വന്നാലാണ് മറ്റേ സൈഡിൽ നമുക്ക് ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ വേലി പോലത്തെ പീസ് ഒട്ടിക്കാൻ പറ്റും. അപ്പോൾ ഇതിനെ ഇവിടെ വെച്ച് ഒട്ടിക്കാം. ഇതിൻ്റെ ഈ ഭാഗത്ത് ആ ഒരു വേലിയുടെ പോർഷൻ വരും. അപ്പോൾ ഇനി അത് ഒട്ടിച്ച് നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ്. എൻ്റെ കയ്യിൽ കുറച്ച് ലെങ്ത്ത് കൂടുതലായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്തതിൻ്റെ ശേഷമുള്ള മെഷർമെൻറ്റാണ് ആദ്യത്തെ സ്ക്രീനിൽ ആ മെഷർമെൻറ്റ് കൊടുത്തെടുത്തുള്ളത്. ഇതിൻ്റെ ഈ വലിയ പീസിൻ്റെ മെഷർമെൻറ്റ് ഇപ്പോൾ ഉള്ള ഈ ഷേപ്പിൻ്റെ ലെങ്ത്താണ്, അല്ലാതെ ഫസ്റ്റിലുണ്ടായിരുന്ന ഞാൻ കട്ട് ചെയ്തതിൻ്റെ മുന്നേ ഉള്ള അളവല്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നമ്മൾ ഒട്ടിച്ചുകൊണ്ട് വന്നു, അത് സെറ്റായിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ വാൾ ഡെക്കോർ സെറ്റായി. ഇനി നമുക്ക് അടുത്ത വാൾ ഡെക്കോർ ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ വാൾ ഡെക്കോറാണ് ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് കുറച്ചും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വാൾ ഡെക്കോർ ഇതാണ്. മറ്റേതിനെക്കാട്ടിലും എനിക്ക് ഇതിനെയാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇതിന് ഇത്രയും ഷേപ്പുകളാണ് വേണ്ടത്. ഒരു വലിയ മൂൺ ഷേപ്പും റെക്റ്റാങ്കിളും 2 ക്ലൗഡും ഒരു സ്റ്റാർ ഷേപ്പും. ഇതൊക്കെ ഞാൻ കാർഡ്ബോർഡിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഫോം ബോർഡ് ഉണ്ട് വെച്ചെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ്. കാരണം കാർഡ്ബോർഡിൽ കട്ട് ചെയ്യലും കുറച്ച് പാടാണ്. അതേപോലെ പേപ്പർ ഒട്ടിച്ചെടുക്കലും പിന്നെ അത് പെയിൻ്റ് അടിക്കുക. ഇതിലിപ്പോൾ എന്തായാലും പെയിൻ്റ് അടിക്കാനുണ്ട്, പെയിൻ്റ് അടിക്കാൻ വരുന്നതും അപ്പോൾ കുറച്ച് മെനക്കെടാണ്. അപ്പോൾ ഫോം ബോർഡ് ഉണ്ട് വെച്ചെങ്കിൽ ഫോം ബോർഡ് യൂസ് ചെയ്യുക. പിന്നെ കാർഡ്ബോർഡ്, ഫോം ബോർഡ് ഇല്ലാത്തവർ കാർഡ്ബോർഡിൽ തന്നെ കുറച്ച് ഫോം ബോർഡിനെക്കാട്ടിലും കുറച്ചും കൂടി പണിയായിരിക്കും. പക്ഷേ കട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമല്ല, എളുപ്പം ഫോം ബോർഡായിരുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ കാർഡ്ബോർഡിൽ കട്ട് ചെയ്യുന്നവർക്ക് കാർഡ്ബോർഡിൽ കട്ട് ചെയ്യാം. അപ്പോൾ ഞാനും കാർഡ്ബോർഡിലാണ് കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ പീസുകൾ 3 ഇനി നമ്മൾ പെയിൻ്റ് അടിക്കേണ്ടതാണ്. ഈ 3 നമ്മൾ പെയിൻ്റ് അടിച്ച് കൊണ്ടുവന്ന് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ കുറച്ച് അധികം കളറുള്ള പോലെ ഉണ്ടാവും, പക്ഷേ ശരിക്കും ഇത്ര കളറില്ല. ഇത് ക്യാമറയിൽ കുറച്ചുകൂടി ഡാർക്കായിട്ട് തോന്നണതാണ്. ഇത് ഈ ക്ലൗഡിൻ്റെ മേലെ നമ്മൾ ഒട്ടിച്ച് വെച്ചേക്കുന്ന ഈ സ്റ്റാർ ഉണ്ടല്ലോ, ഈ സ്റ്റാറിൻ്റെ ആ ഒരു കളറേ ശരിക്കും ഇതിനുള്ളൂ. പക്ഷേ ഈ ക്യാമറയിൽ കാണുമ്പോൾ കുറച്ചും കൂടി ഡാർക്കായിട്ട് തോന്നുന്നതാണ്. അത് കുഴപ്പമില്ല. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള പീസുകൾ തന്നെ ഇതിൻ്റെ മേലെ വെച്ച് ഒട്ടിക്കാം.
അപ്പോൾ ഈ വലിയ ക്ലൗഡ് താഴെയും ചെറിയ ക്ലൗഡ് മേലെയാണ് വരിക. ഈ ഒരു സ്റ്റാർ പോർഷൻ ഈ ക്ലൗഡിൻ്റെ മേലെയായിട്ടും വരും. ഇതൊക്കെ നമുക്ക് ഒട്ടിക്കാൻ എളുപ്പമാണ്. പക്ഷേ ഈ ഒരു പീസ് അതിൻ്റെ മേലെ വെച്ച് ഒട്ടിക്കാൻ കുറച്ച് പണിയുണ്ട്. ഞാൻ ഗ്ലൂ ഒക്കെ തേച്ചിട്ട് അതിൻ്റെ അപ്പുറം ഇപ്പുറം കുപ്പിയൊക്കെ വെച്ച് സ്ട്രെയിറ്റ് ആക്കി വെച്ചിട്ടാണ് ഒട്ടിച്ചെടുത്തത്. അപ്പോൾ നമ്മളെ വാൾ ഡെക്കോർ സെറ്റായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയതിൽ എനിക്ക് ഇതിനെയാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ പറയാം. പിന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് വർക്കായോ എന്നുള്ളതും പറയാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.